നമസ്കാരം. ജാർഖണ്ഡിലെ ഒരു മതസമ്മേളനത്തിൽ വെച്ച് മൗലാന സർജിസ് അൻസാരി ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും കുറിച്ച് സനാതന ധർമ്മത്തെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും വെല്ലുവിളിക്കുന്ന വളരെ ഗൗരവമുള്ള ഒന്നാണ്. ശ്രീകൃഷ്ണൻ 5 നേരം നിസ്കരിക്കുമായിരുന്നുവെന്നും ശ്രീരാമൻ ഇസ്ലാമിനെ പറ്റി പ്രസംഗിച്ചിരുന്നുവെന്നും പറയുന്നത് വെറും വിവരക്കേട് മാത്രമല്ല, ഹൈന്ദവ വിശ്വാസത്തെ മനഃപൂർവ്വം താറടിക്കാനുള്ള അജണ്ട കൂടിയാണ്. ഭഗവത്ഗീത മാനവരാശിക്കുള്ള ഒരു വലിയ വഴികാട്ടിയാണ്. അതിനെ മനസ്സിലാക്കാൻ വലിയ തപസ്സും അറിവും വേണം. അൻസാരി ഗീതയുടെ 6-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകത്തെ ഉദ്ധരിച്ച് അതിലെ യോഗ എന്ന പദത്തെ നിസ്കാരവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചത് ശുദ്ധ അസംബന്ധമാണ്. ഗീതയിലെ യോഗ എന്നത് ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കുന്നതാണ്. അത് കേവലം ഒരു ശാരീരിക കർമ്മമല്ല, മനസ്സിനെ നിയന്ത്രിക്കലാണ്. ഇങ്ങനെയുള്ള പുണ്യഗ്രന്ഥങ്ങളെ തങ്ങളുടെ മതത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് സനാതന ധർമ്മത്തോടുള്ള കടുത്ത അവഹേളനമാണ്. ഇത് അക്ഷരങ്ങൾ തെറ്റായി വായിക്കുന്നതൊന്നുമല്ല, അർത്ഥം ബോധപൂർവം വളച്ചൊടിക്കുന്നതാണ്. ശ്രീകൃഷ്ണൻ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിച്ചു എന്ന് അൻസാരിയുടെ വാദം ചരിത്രപരമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. കൃഷ്ണൻ ജീവിച്ച കാലഘട്ടം ഇസ്ലാം മതം ഉദയം ചെയ്യുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ പിന്നെ കൃഷ്ണൻ എങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കും? ഇങ്ങനെയുള്ള അസത്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ചരിത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. രാമനെയും കൃഷ്ണനെയും ഇസ്ലാമിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുമ്പോൾ അത് ഹൈന്ദവതയുടെ സ്വത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. മൗലാനമാർ പലപ്പോഴും സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് മധ്യപ്പുഴകളെയും ഹൂറികളെയും കുറിച്ചാണ്. ഇങ്ങനെയുള്ള ഭൗതികമായ കാഴ്ചപ്പാടുകൾ വെച്ച് മതത്തെ നിർവചിക്കുന്നത് ലജ്ജാകരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു പുണ്യപുരുഷനെ ഇത്തരം ഭൗതികവാദികളുടെ ചിന്താഗതിയിലേക്ക് താഴ്ത്തക്കെട്ടാൻ ശ്രമിക്കുന്നത് വല്ലാത്തൊരു അഹങ്കാരമാണ്. സ്വന്തം വിശ്വാസം ഉയർത്തിക്കാട്ടാൻ മറ്റുള്ളവരുടെ ദൈവങ്ങളെ അപമാനിക്കേണ്ട ഗതികേട് ഇവർക്കെന്തിനാണ്? ഇത്തരക്കാരുടെ അറിവില്ലായ്മയും വിവരക്കേടും ഓരോ മതത്തെയും നാണം കെടുത്തുന്നതാണ്. ഹിന്ദുക്കൾ ആരാധനയ്ക്ക് ശേഷം കൈകൾ ഉയർത്തുന്നതിനെ പരിഹസിച്ചത് അൻസാരിയുടെ സങ്കുചിത മനസ്സിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ആരാധന എന്നത് ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്, ശരീരത്തിൻ്റെ ചലനങ്ങളല്ല. ആത്മാർത്ഥതയാണ് പ്രധാനം. നിസ്കരിച്ച് നെറ്റിയിൽ തഴമ്പ് വീണു എന്ന് പറയുന്നത് പോലെ കൃഷ്ണൻ്റെയും രാമൻ്റെയും നെറ്റിയിൽ തഴമ്പ് വീണിട്ടുണ്ടെന്ന് ഇവർ പറയാതിരുന്നത് നന്നായി. ഇത്തരക്കാർക്ക് ഭക്തി എന്താണെന്നറിയില്ല. അറിവില്ലായ്മയുടെ പാരമ്യത്തിൽ നിന്നാണ് ഇത്തരം വിവരക്കേടുകൾ വരുന്നത്. ഇത്തരം ആളുകളെ BJP-ക്കാരോ മറ്റ് ഹിന്ദു സംഘടനകളോ ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല, ഇനി വിടുകയുമില്ല. നമ്മുടെ മതത്തെ ഇങ്ങനെ അപമാനിക്കാൻ ആരെയും അനുവദിക്കരുത്. സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ളവരും ഇതിനെതിരെ പ്രതികരിക്കണം. കേവലം സോഷ്യൽ മീഡിയയിൽ എഴുതി തീർക്കാതെ നിയമപരമായി തന്നെ ഇവരെ പൂട്ടണം. ഇത്തരക്കാർക്ക് വേദികൾ നൽകുന്നവരെയും ചോദ്യം ചെയ്യണം. മതം സ്നേഹം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പ് പരത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. മതസൗഹാർദ്ദം എന്ന പേരിൽ നമ്മുടെ വിശ്വാസത്തെ അടിയറവ് വെക്കാൻ നമ്മൾ തയ്യാറല്ല. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ സമാധാന അന്തരീക്ഷം തകർക്കുകയുള്ളൂ. നമ്മൾ ഭിന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ബോധമില്ലാത്തവർക്ക് നമ്മുടെ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ലഭിക്കുന്നത്. നമ്മുടെ അമ്പലങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും സുരക്ഷിതമാകാൻ നമ്മൾ ഒറ്റക്കെട്ടാവണം. അൻസാരിയെ പോലെയുള്ളവർക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറണം. നമ്മുടെ തലമുറകൾക്ക് നമ്മൾ എന്ത് പൈതൃകമാണ് നൽകുന്നതെന്ന് ചിന്തിക്കണം. വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ കർശന നടപടി വേണം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ വിശ്വാസത്തെ അപമാനിക്കാനുള്ള ലൈസൻസ് അല്ല. അൻസാരിയുടെ ഓരോ വാക്കും പരിശോധിക്കണം. കേവലം കേസ് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒതുക്കാതെ ഇവർക്ക് ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇത്തരം മതപരമായ വിദ്വേഷങ്ങളെ തിരിച്ചറിയാനും അതിനെ ചോദ്യം ചെയ്യാനും യുവാക്കൾ മുൻകൈ എടുക്കണം. വായനയും അറിവും വർദ്ധിപ്പിക്കണം. ഗീതയും രാമായണവും പുരാണങ്ങളും പഠിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം അൻസാരിമാർക്ക് മറുപടികൾ നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ചോദ്യം ചെയ്യാൻ പഠിക്കുക, അത് നമ്മുടെ അവകാശമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദീനിനെ കുറിച്ച് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം അടിസ്ഥാനപരമായി ചെയ്യുന്നത് ഭാരതത്തിൻ്റെ ആത്മീയതയെ മറ്റൊരു മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് തടവിലാക്കാനുള്ള ശ്രമമാണ്. കാരണം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവങ്ങൾ അവർക്ക് പരമോന്നതരാണ്. ആ ദൈവങ്ങളെ മറ്റൊരാളുടെ വിശ്വാസത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുന്നത് വിശ്വാസവഞ്ചനയാണ്. പുരാണങ്ങളും ചരിത്രവും പരിശോധിച്ചാൽ ഇത്തരം വാദങ്ങൾക്ക് ഒരു കണിക പോലും തെളിവില്ലെന്ന് വ്യക്തമാകും. കൃഷ്ണനും രാമനും അവതാര പുരുഷന്മാരാണ്. അവർ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനോടും ധർമ്മത്തോടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനെ ഒരു പ്രത്യേക മതവുമായി ബന്ധിപ്പിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെയും അവർ പകർന്നു നൽകിയ ധാർമ്മിക പാഠങ്ങളെയും മനഃപൂർവ്വം വികലമാക്കലാണ്. ഹിന്ദുക്കളുടെ മനസ്സിൽ സ്വന്തം മതത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക, അങ്ങനെ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം കുറച്ചു കാണിക്കുക. ഇതിലൂടെ അവർ ഉന്നം വയ്ക്കുന്നത് ഒരു തലമുറയെ അവരുടെ വേരുകളിൽ നിന്ന് അടർത്തി മാറ്റാനാണ്. ഈ അധിനിവേശ ശ്രമം വെറും ഒരു മതപ്രസംഗം മാത്രമല്ല. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഹൈന്ദവ സമൂഹം ജാഗ്രത പാലിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് അറിവില്ലാത്തവർ എളുപ്പത്തിൽ ഇത്തരക്കാരുടെ വലയിൽ വീഴും. അതിനാൽ തന്നെ ഗീതയും രാമായണവും മറ്റു പുരാണങ്ങളും ശരിയായി പഠിച്ചുകൊണ്ട് ഇത്തരക്കാരുടെ അസത്യങ്ങളെ യുക്തിപൂർവം ഖണ്ഡിക്കാൻ ഓരോ ഹൈന്ദവനും ബാധ്യസ്ഥനാണ്.
ഈ പോരാട്ടം മതപരമായ മാത്രമല്ല, നമ്മുടെ അസ്തിത്വത്തെ സംരക്ഷിക്കാനുള്ളത് കൂടിയാണ്. ശ്രീമദ് ഭഗവത്ഗീത മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ മാർഗദർശക ഗ്രന്ഥമാണ്. അർജുനന് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശങ്ങൾ കാലാതീതമായ ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന യോഗ, ധർമ്മം, കർമ്മം തുടങ്ങിയ പദങ്ങൾക്ക് അഗാധമായ അർത്ഥങ്ങളുണ്ട്. അൻസാരിയെ പോലെയുള്ളവർ ഈ അർത്ഥങ്ങളെ തങ്ങളുടെ സങ്കുചിത മതപ്രചാരണങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് ഗീതയോടുള്ള വലിയ അപമാനമാണ്. യോഗ എന്നത് ദൈവവുമായി ഏകഭാവത്തിൽ ചേരാനുള്ള ആത്മാർത്ഥമായ സാധനയാണ്. അത് 5 നേരം നിസ്കരിക്കുന്നത് പോലെയുള്ള വെറും കർമ്മകാണ്ഡമല്ല. വേദകാലം മുതൽക്കേ ഭാരതത്തിൽ നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെ അപഹസിക്കാൻ ഇത്തരം വ്യാഖ്യാനങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ പാപമാണ്. ഇവർ ഗീതയെ വായിക്കുന്നത് അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കാനല്ല, അതിൽ നിന്ന് ചില വരികൾ അടർത്തി മാറ്റി തങ്ങളുടെ ആശയങ്ങളുമായി ഒട്ടിച്ചു വെച്ച് അർത്ഥം തെറ്റിക്കാനാണ്. ഈ രീതിശാസ്ത്രം വളരെ അപകടകരമാണ്. ഇത് അറിവില്ലാത്തവർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഗീതയുടെ ഓരോ വരിയും അർത്ഥവത്താണ്. അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കുന്നത് മൂഢതയാണ്. ഇത്തരം വ്യാഖ്യാനങ്ങളെ തള്ളിക്കളയുക മാത്രമല്ല, അവയുടെ പിന്നിലെ കുതന്ത്രങ്ങളെ തുറന്നു കാട്ടുകയും വേണം. സനാതനധർമ്മത്തിൻ്റെ വൈവിധ്യത്തെയും ആഴത്തെയും മനസ്സിലാക്കാത്തവർ ഇടുങ്ങിയ ചിന്താഗതിയോടെ അതിനെ അളക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഭഗവത്ഗീതയെയും ഹൈന്ദവ തത്വചിന്തകളെയും സംരക്ഷിക്കാൻ നമ്മൾ അറിവിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കണം. അൻസാരിയുടെ ഇത്തരം വാക്കുകൾ കേവലം വിവരക്കേടാണ്. എന്നാൽ അതിന് പിന്നിലെ അപകടം തിരിച്ചറിഞ്ഞ് ഗീതയുടെ അർത്ഥങ്ങൾ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മാവിൻ്റെ മോക്ഷത്തെക്കുറിച്ചാണ് കൃഷ്ണൻ സംസാരിച്ചത്, അല്ലാതെ ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചല്ല. ഈ സത്യം ഉയർത്തിപ്പിടിക്കണം. മതസമ്മേളനങ്ങൾ സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കേണ്ട വേദികളാണ്. എന്നാൽ അൻസാരിയെ പോലെയുള്ളവർ ഈ വേദികളെ ഉപയോഗിക്കുന്നത് വെറുപ്പ് പടർത്താനും മതവിശ്വാസികൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാനും മാത്രമാണ്. സ്വർഗത്തെയും ഹൂറികളെയും മദ്യപ്പുഴകളെയും കുറിച്ച് പ്രസംഗിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ദിവ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയുണ്ടാവുക? ഇത് അവരുടെ ചിന്താശേഷിയുടെയും സംസ്കാരത്തിൻ്റെയും അളവുകോലാണ്. ഒരു മതത്തെയും അപമാനിക്കാൻ ആർക്കും അവകാശമില്ല. ഇനി മുതൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തെറ്റായ പ്രചാരണങ്ങളെ നേരിടാൻ സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളെയും ഉപയോഗിക്കണം. ഒരു പൗരൻ എന്ന നിലയിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ അവകാശമാണ്. ഈ കളി അവസാനിപ്പിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ്. ഇനിയും ഇത്തരം പ്രസ്താവനകൾ തുടരുകയാണെങ്കിൽ അത് രാജ്യത്തെയും മതസൗഹാർദ്ദത്തെയും വലിയ രീതിയിൽ ബാധിക്കും. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇത്തരം ആളുകൾ എത്ര അസത്യങ്ങൾ പടച്ചുവിട്ടാലും സനാതനധർമ്മം തകരില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും പ്രഭാവം ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളാൽ മങ്ങില്ല. പക്ഷേ നമ്മുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണം. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക. സനാതനധർമ്മത്തെയും ദൈവത്തെയും അപമാനിക്കാൻ ഒരുത്തനെ അനുവദിക്കരുത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ ഇത്തരം മതവിദ്വേഷം പടർത്തുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവരുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലെന്ന് സമൂഹം തിരിച്ചറിയണം. നമ്മുടെ ദൈവങ്ങളെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇത്തരം വിദ്വേഷികളെ ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ഈ കളി ഇനി അനുവദിക്കാൻ പാടില്ല. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.